ചവറ ബ്ലോക്ക് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കർഷകരുടെ വീട്ടുപടിക്കൽ മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിനായാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. 1962 എന്ന ടോൾ ഫ്രീ കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് സേവനം ലഭിക്കുന്നത്. കർഷകരുടെ വീട്ടുപടിക്കൽ മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിനായാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ ആരംഭിച്ചത്. 1962 എന്ന ടോൾ ഫ്രീ നമ്പറിലുള്ള കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളുടെ സേവനം കർഷകരുടെ വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നത്. ചവറ ബ്ലോക്കിലും മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ആരംഭിച്ചു. അരനെല്ലൂർ വെറ്റിനറി പോളിക്ലിനിക്കിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA വെറ്റിനറി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതുതന്നെയാണ് തൊട്ടപ്പുറത്ത് ഇനി വരാൻ പോകുന്ന പന്മന പഞ്ചായത്തിലെ ആയുർവേദ ഹോസ്പിറ്റലും. കൂടുതൽ പേര് വരുന്നത് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി എന്നുള്ളവരാണ്. അവിടെ പിഴിച്ചിലും ഒക്കെ ബുക്കിംഗ് റൂംസിനൊക്കെ ബുക്കിങ്ങാണ്. ചിലവ് മുഴുവൻ പഞ്ചായത്തിൻ്റെത്. അപ്പോൾ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നും ഉള്ള ആൾക്കാരുടെ കൂടി ചികിത്സ അതിവിടെ ബ്ലോക്ക് പഞ്ചായത്തിന് അത് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നേരത്തെ ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ആകാംക്ഷയായിട്ടോ ഒക്കെ തന്നെ നേരത്തെ പ്രകടിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ അതെല്ലാവരും നേരത്തെ അജിസാറ് പറഞ്ഞ കണക്ക് ഓരോ പഞ്ചായത്തുകൾ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പദ്ധതി സ്മൂത്തായിട്ട് റൺ ചെയ്യുവാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കാണാത്ത ഒരുപാട് എക്സ്പെൻസസുകൾ ഇതിനകത്ത് വരാം. മരുന്നുകൾക്ക് മാത്രമല്ല മറ്റ് എക്സ്പെൻസസുകൾ ഒക്കെ ഇതിനകത്ത് വരാം. അപ്പോൾ അതുകൊണ്ട് ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് ആശ്വാസകരമാകാൻ ഈ പദ്ധതിക്ക് കഴിയും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം വിശ്വാസം. എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അന്ന് വെറ്റിനറി ഈ ഹോസ്പിറ്റലിന്റെ ചുമതല ഉണ്ടായിരുന്ന പ്രമോദ് സാർ നിർദ്ദേശിച്ചതനുസരിച്ച് നമ്മൾ അഡ്വാൻസ് ചെയ്ത് തന്നെ ഇതിനുള്ള മെഡിസിൻ ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകളുടെ ഭാഗമായി തുക വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ ദൈനംദിന ചിലവുകളിലേക്ക് അതിന്റെ പെട്രോൾ അടക്കം ആവശ്യമായിട്ടുള്ള ചിലവുകളിലേക്ക് നിർവഹിക്കപ്പെടേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ്. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സോമി തോമസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത് AL പദ്ധതി വിശദീകരിച്ചു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നൻ ഉണ്ണിത്താൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജ്ജി അനിൽ, തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ്നാത്ത് യത്ത, നിഷ സുനീഷ്, ജിജി, തേവലക്കര പഞ്ചായത്ത് അംഗം അൻസാർ മുഹമ്മദ്, മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷീബ P ബേബി, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ പ്രമോദ് S, അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ സിനിൽ കുമാർ, ഡോക്ടർ ബിന്ദു R, ഡോക്ടർ സിനി KR എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.